മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്നതിൽ നിർമ്മാണ കമ്പനിയായ KNR കൺസ്ട്രക്ഷനെതിരെ കേന്ദ്ര സർക്കാർ നടപടി. കമ്പനിയെ ഡീബാർ ചെയ്തു. കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്ക്. തുടർ കരാറുകളിൽ പങ്കെടുക്കാനാകില്ല. സജു തോമസ് വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. സജു, ഈ അപകടത്തിന് പിന്നാലെ ടി മുഹമ്മദ് ബഷീർ MP കേന്ദ്രമന്ത്രിയെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു നടപടി ആവശ്യപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. ഇത്ര വലിയ അപകടം തന്നെയാണ് സംഭവിച്ചത്. ഇപ്പോൾ എന്ത് നടപടിയിലേക്കാണ് കടന്നിരിക്കുന്നത്? അമൃത, തീർച്ചയായിട്ടും ഈ അപകടവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു അന്വേഷണ സമിതിയെ നിയോഗിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ നടപടിയും സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ, അതായത് 19-ാം തീയതി സംഭവം നടക്കുന്നു. 21-ാം തീയതി ഇന്നലെയായിരുന്നു രണ്ടംഗ സംഘം ഇവിടെ എത്തി സ്ഥിതിഗതികളൊക്കെയും വിലയിരുത്തി ഇതിന്റെ എന്താണ് യഥാർത്ഥ കാരണം എന്നുള്ളതിനെ പറ്റി പഠിച്ചത്. അവർ റിപ്പോർട്ട് കൈമാറുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള അതായത് ഡീബാർ ചെയ്തിരിക്കുന്നു. കരാർ കമ്പനിയെ ഡീബാർ ചെയ്തെന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. KNR കൺസ്ട്രക്ഷനെയാണ് ഇപ്പോൾ ഡീബാർ ചെയ്തിരിക്കുന്നത്. അതായത് ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ടി മുഹമ്മദ് ബഷീർ അടക്കം മന്ത്രിമാരുമായിട്ടൊക്കെയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി എന്നാണ് മനസ്സിലാക്കുന്നത്. കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുടർ കരാറുകളിൽ പങ്കെടുക്കാനാവില്ല എന്നാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കമ്പനിയെ ഡീബാർ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ടെൻഡർ വിളിക്കുന്ന കാര്യത്തിലടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനി പങ്കെടുക്കാനാവില്ല. ഇതിൽ കൺസൾട്ടന്റായിരുന്ന മറ്റൊരു കമ്പനിക്കും ഇതേ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നടപടിയെടുത്തത് ഇപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രാലയമാണ്. ഇന്നലെ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായിട്ടൊക്കെയും ടി മുഹമ്മദ് ബഷീർ MP ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നു കൃത്യമായ മേൽനോട്ടവും അതുപോലെ പഠനവും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇതിൽ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളത് ഇന്നലെ MP ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിനോട് ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും ധാരണ വരുത്തുന്നതിന് വേണ്ടി ഒരു അന്വേഷണ സംഘത്തെയൊക്കെയും നിയോഗിക്കണമെന്ന് നിതിൻ ഗഡ്കരി ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഡൽഹി IIT പ്രൊഫസർ KN റാവുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. 3-അംഗ അന്വേഷണ സമിതിയാണ് നിയോഗിച്ചത്. ഈ സമിതി ഉടൻ തന്നെ കേരളത്തിലേക്ക് എത്തും. ഇതിന് തൊട്ട് മുൻപ് ഇന്നലെയായിരുന്നു 2-അംഗ സമിതി ഇവിടെ സ്ഥലത്തെത്തി ഈ പാലവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് നിലവിലൂടെ സംഭവിച്ചത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്തിയിരുന്നു. അതിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ KNR കൺസ്ട്രക്ഷനെ ഡീബാർ ചെയ്തു എന്നുള്ള നടപടിയിലേക്ക് കടന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതിലും കൂടുതൽ നടപടികളിൽ കേന്ദ്ര സർക്കാർ കടക്കുകയാണ്. പ്രത്യേകിച്ച് ഈ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് പല ഭാഗങ്ങളിലാണ് ഇത്തരത്തിലുള്ള വിള്ളൽ അനുഭവപ്പെട്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളൊക്കെയും വരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആദ്യ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിതിൻ ഗഡ്കരി ഈ വിഷയത്തിൽ കടുത്ത അമർഷമാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ആദ്യ സമയങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് കേന്ദ്രത്തിന്റെ ഇത്തരത്തിലുള്ള നടപടിക്കെതിരെ വലിയ വിമർശനമൊക്കെ ഉയർത്തുന്ന കേരള സർക്കാർ ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിട്ട് അതിലൊരു പ്രതികരണം നടത്താത്തതിൽ വലിയ വിമർശനം ഇന്നലെ നിതിൻ ഗഡ്കരിയൊക്കെ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ KNR കൺസ്ട്രക്ഷനെതിരെ നടപടി എടുത്തിരിക്കുകയാണ്. ഈ അപകടം ഉണ്ടായപ്പോൾ തന്നെ, ഇത്തരത്തിൽ ദേശീയപാത തകർന്നപ്പോൾ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്നുള്ള ചോദ്യം തന്നെയാണ് നിലനിന്നിരുന്നത്. അതിന് ഒരു ഉത്തരം തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊരു നടപടിയിലേക്ക് കേന്ദ്രം കടന്ന സ്ഥിതിക്ക് പൂർണ്ണമായും ഈ കരാർ കമ്പനിക്ക് തന്നെയാണ് വീഴ്ച പറ്റിയത് എന്ന് കൂടിയല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പ്രാഥമികമായി ഇന്നലെ 2-അംഗ സംഘം അവിടെ നടത്തിയ പരിശോധനയുടെ പ്രാഥമിക റിപ്പോർട്ടാണ് ഇന്നലെ ഈ ദേശീയപാത അതോറിറ്റിക്ക് കൈമാറിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര റോഡ് വികസന മന്ത്രി നിതിൻ ഗഡ്കരി ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഈ ഒരു തീരുമാനം, അതായത് പ്രധാനപ്പെട്ട ഹൈവേ കൺസ്ട്രക്ഷൻ പദ്ധതികൾക്കെല്ലാം ചുക്കാൻ പിടിച്ചിരിക്കുന്നത് KNR കൺസ്ട്രക്ഷനാണ്. ഈ നാഷണൽ ഹൈവേ മാത്രമല്ല, മറ്റു ചില കരാറുകളിലും ഇവർക്ക് ബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കരാറുകാരുടെ കയ്യിൽ നിന്നാണ് കൂടുതൽ പിഴവ് സംഭവിച്ചത് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനമാണ് ഇന്നലെ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉള്ളതെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ നിതിൻ ഗഡ്കരി ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത അമർഷം രേഖപ്പെടുത്തുകയും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഇന്നലെ തന്നെ മന്ത്രി പ്രഖ്യാപിച്ചത്. എന്നാൽ അതിന്റെ ആദ്യ നടപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2 ഉദ്യോഗസ്ഥരെ കമ്പനിയിൽ നിന്ന് ഇപ്പോൾ പ്രാഥമികമായിട്ട് സസ്പെൻഡ് ചെയ്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. കൂടുതൽ നടപടി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അമൃത.
ശരി, ടി നന്ദഗോപാൽ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദഗോപാൽ, ഈ അപകടത്തിന് പിന്നാലെ നമ്മൾ അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർ ആദ്യം തൊട്ട് തന്നെ പറയുന്നുണ്ട് അശാസ്ത്രീയ നിർമ്മാണം തന്നെയാണ് ഇങ്ങനെയൊരു അപകടത്തിലേക്ക് പോകാനുള്ള കാരണം. ഇത്തരത്തിൽ അവിടുത്തെ ഭൂപ്രകൃതി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിന് പറ്റിയ നിർമ്മാണമല്ല നടക്കുന്നത് എന്നുള്ള കാര്യം അധികൃതരോട് നേരത്തെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഈ കരാർ കമ്പനിക്കെതിരെ ഇങ്ങനെയൊരു നടപടി വന്ന സ്ഥിതിക്ക് അവരുടെയൊക്കെ ആ ഒരു ആരോപണം അത് സത്യമാണ് എന്നുകൂടിയല്ലേ തെളിയുന്നത്? അത്തരത്തിൽ തന്നെ വേണം നമുക്ക് കരുതാൻ. അതായത് അവിടെയുള്ള വളരെ സാധാരണക്കാരായ ആളുകൾ പോലും ഈ ഒരു പിഴവ് ചൂണ്ടിക്കാട്ടി അതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ, ഈ നിർമ്മാണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ പോലും ഈ ഒരു പിഴവ് ചൂണ്ടിക്കാട്ടിയിട്ടും അതൊന്നും മുഖവിലക്കെടുക്കാൻ ഈ നിർമ്മാണ കമ്പനി തയ്യാറായില്ല എന്നുള്ളതാണ്. അവിടെയുള്ള ആളുകളുടെ വാക്കുകൾ പരിശോധിച്ചാൽ ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞത്, തങ്ങൾ ഈ ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടിയപ്പോൾ ഗുജറാത്തിൽ വരെ ഇത്തരത്തിലുള്ളത് നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഭയപ്പാടൊന്നും ഇല്ല എന്നുള്ള ഒരു വാദമായിരുന്നു ഈ കൺസ്ട്രക്ഷൻ കമ്പനി പറഞ്ഞത് എന്നുള്ളതായിരുന്നു. ഏതായാലും അവർ ആ ഘട്ടത്തിൽ, ഈ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങൾ ഇപ്പോൾ ഇവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഇങ്ങനെ ഒരു നടപടി നേരിടേണ്ടി വന്നത്. ഇന്നലെ ടി മുഹമ്മദ് ബഷീർ MP ഉൾപ്പെടെയുള്ളവർ നിതിൻ ഗഡ്കരിയെ നേരിൽ കണ്ട് സംസാരിച്ചപ്പോൾ മന്ത്രി ഉൾപ്പെടെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സമ്മതിക്കുകയായിരുന്നു. ഇന്നലെ തന്നെ ഈ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ളത് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം ഇന്ന് നമ്മൾ ഇവിടെ സ്ഥലത്തെ MLA സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതും ഇതേ കാര്യമാണ്. നിയമസഭയിൽ ഉൾപ്പെടെ ഈ വിഷയം, ഇങ്ങനെ ദേശീയപാത നിർമ്മിക്കുന്നതിൽ അശാസ്ത്രീയതയുണ്ട്, ഇതിൽ പിഴവുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നിയമസഭയിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി. പക്ഷേ ആരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടികൾ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇതിൽ പ്രതികരിക്കാൻ ആരും തയ്യാറായില്ല എന്നുള്ളതാണ് MLA ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയ കാര്യം. അപ്പോൾ അവരുടെ വാക്കുകളൊക്കെ സത്യമാവുകയാണ് എന്നുള്ളതാണ് ഈ ഒരു അപകടത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും ആളുകൾ കുറെ അധികം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ഭാഗത്തെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് ഒരു മേൽപ്പാലമാണ് വേണ്ടതെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. അതിന് പിന്നോട്ട് പോകാൻ തയ്യാറല്ല. അതിന് വിപരീതമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകും എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. ജനപ്രതിനിധികളും സമാനമായ നിലപാടിൽ തന്നെയാണ്. അപ്പോൾ ഈ നിർമ്മാണ കമ്പനിക്കെതിരെ ഇങ്ങനെയൊരു നടപടി ഉണ്ടായ സാഹചര്യത്തിൽ ഇനി എന്താ എന്നുള്ളതാണ് ചോദ്യം. ഒപ്പം 3 അംഗ വിദഗ്ധ സമിതി അവിടെ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടും അടുത്ത ദിവസം വരും. ഈ റിപ്പോർട്ടിലും ഏതൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്, എന്തൊക്കെ പരിഹാര നടപടികളാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളും പ്രതികരണങ്ങളും ഉണ്ടാവുക. ശരി, ടി നന്ദഗോപാലും സജു തോമസുമാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ കുപ്പത്തെ ദേശീയപാതയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റി